ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. ORൻ്റെ രണ്ടാമത്തെ വീഡിയോയിലോട്ടാണ് നാം പോകുന്നത്. തിയറി പാർട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കുറേശ്ശേ പറയുന്നുള്ളൂ, കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ. തിയറിയിൽ നമുക്ക് അടുത്തായിട്ട് പറയാനുള്ള എന്താണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞു. അതായത് ട്രാൻസ്പോർട്ടേഷൻ മോഡൽ എന്ന് പറയുന്നതും പ്രോബ്ലം എന്നൊക്കെ പറയുന്നത് ഒന്ന് തന്നെയാണ്. അപ്പോൾ നോൺ ഡീജനറേറ്റ് ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ ബേസിക് ഫീസിബിൾ സൊല്യൂഷന് പറഞ്ഞാൽ അതിനോടനുബന്ധിച്ചൊരു ഡെഫിനേഷൻ തന്നെയാണ്. അവിടെ എന്താണ് നോൺ നെഗറ്റീവ് അലോഗേഷൻ എന്ന് പറയുന്നത് m+n+-1 ഈക്വലാണ്. അതേസമയം ഇവിടെ ഡീജനറൻസിയാണ് പറയുന്നത്. എ ഫീസിബിൾ സൊല്യൂഷൻ ടു ബി ട്രാൻസ്പോർട്ടേഷൻ എന്താണെങ്കിലും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ എന്താണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലമാണ്. ഈസ് ടു ബി നോൺ ഡീജനറൻസി എന്ന് പറയുമ്പോൾ അത് ഇതുപോലെ തന്നെയാണ്. ആ ഡീജനറൻസി കണ്ടുപിടിക്കുന്നത് m+n-1 ആണ്. അവിടെ നോൺ നെഗറ്റീവ് അലൊക്കേഷൻ കണ്ടുപിടിക്കലായിരുന്നുവെങ്കിൽ ഇവിടെ നോൺ ഡീജനറൻസി, അതായത് അതിലെ അലൊക്കേഷൻ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, ഒരിക്കലും എന്തല്ല റെസ്ട്രിക്ഷനായിട്ട് വരുന്നതല്ല. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ എന്താണ് ഇൻഡിപെൻഡൻ്റ് ആണ്, ഡിപ്പെൻഡൻ്റ് അല്ലാണ്ട് വരേണ്ടതാണ് ഈ ഒരു അലൊക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് അഞ്ചാമത് പറയുന്ന ഒരു ടേം എന്ന് പറയുന്നത് ലൂപ്പ് ഇൻ ട്രാൻസ്പോർട്ടേഷൻ ടേബിളാണ്. ലൂപ്പ്, അതായത് ടേബിളിൽ ലൂപ്പ് എങ്ങനെയാണ് വരിക? നമുക്കറിയാം ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ ട്രാൻസ്പോർട്ടേഷൻ ടേബിളിൻ്റെ കേസിൽ ഒരിക്കലും ലൂപ്പ് വരില്ല. കാരണം ഒന്നിൻ്റെ ഉള്ളിൽ മറ്റൊന്ന് അല്ലെങ്കിൽ ഒന്നിനോട് കണക്റ്റഡ് ആയിട്ട് അങ്ങനെയൊന്നുമില്ല. എല്ലാം സെപ്പറേറ്റ് ആണ്. റോയും കോളവുമായിട്ടാണ് ടേബിൾ വരയ്ക്കുക. ആ ടേബിളിൽ ഓരോ ഈ സെല്ല് ഓരോന്നിനും നമ്മൾ സെൽ എന്നാണ് പറയുക. ഇങ്ങനെ കള്ളി ഉണ്ടാവില്ല, അതിന് ഓരോന്നും സെൽസ് എന്നാണ് പറയുക. ഓരോ സെല്ലിലും നമ്പേഴ്സാണ്. അത് ഇങ്ങനെ റോ ആയിട്ടും കോളായിട്ടും എഴുതണം, അല്ല അതിനുള്ളിൽ ലൂപ്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരിക്കലും ലൂപ്പ് എന്നുള്ളൊരു സംഭവം അതിൽ വരില്ല. എ ഫീസിബിൾ സൊല്യൂഷൻ ടു എ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഈസ് ബേസിക് ഇഫ് ദ കറസ്പോണ്ടിങ് സെൽ ഇൻ ദ ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ ഡു നോട്ട് കണ്ടെയ്ൻ എ ലൂപ്പ് ഉണ്ടാവില്ല. ഈ രണ്ട് കോൺസെപ്റ്റ് എന്ന് പറയുന്നുള്ളൂ. കാരണം ഇനി പറയുന്നത് അൽഗോരിതമാണ് ഇതിൽ പറയുന്നത്. ആ അൽഗോരിതം ഞാൻ പ്രോബ്ലം എടുത്തതിന് ശേഷം പറയാമെന്നാണ് കരുതുന്നത്. കാരണം അൽഗോരിതം ആദ്യം പറയുമ്പോൾ ചിലപ്പോൾ ഒന്നും മനസ്സിലായിക്കൊള്ളുന്നില്ല, പക്ഷേ പിന്നെ പ്രോബ്ലം പറയുമ്പോൾ മനസ്സിലാവും. അതിനേക്കാളും എനിക്കൊന്ന് പ്രോബ്ലം ചെയ്തതിന് ശേഷം അൽഗോരിതം പറയാം. അപ്പോൾ നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവും. ആ പ്രോബ്ലം ചെയ്ത സ്റ്റെപ്പുകളാണല്ലോ അൽഗോരിതം. ശരിക്കും അൽഗോരിതം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്ന ഒന്നാണ്, പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം പ്രോബ്ലം ചെയ്യാൻ നിങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ പ്രോബ്ലം ചെയ്യുന്ന മെത്തേഡ് 1 by 1 ആയിട്ട് നമ്മൾ ചെയ്യുന്ന മെത്തേഡാണ് അൽഗോരിതം. ഇപ്പോൾ ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറയുമ്പോൾ പല തരത്തിലുണ്ട്. നോർത്ത് വെസ്റ്റ് കോർണർ റൂള്, ഈസ്റ്റ് കോസ്റ്റ്, അങ്ങനെ പല മെത്തേഡുകളും ഉണ്ട്. അപ്പോൾ ആ പല മെത്തേഡുകളിലും ചിലപ്പോൾ അൽഗോരിതം എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ അൽഗോരിതം ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ പ്രോബ്ലം ചെയ്യാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് അൽഗോരിതം എഴുതാൻ കഴിയണം. കാരണം നിങ്ങൾ ആ പ്രോബ്ലം ചെയ്യുന്ന ഓരോ സ്റ്റെപ്പുമാണ് അൽഗോരിതത്തിലെ ഓരോ സ്റ്റെപ്പ്. ആ സ്വന്തം വേർഡ്സിൽ എഴുതാൻ കഴിഞ്ഞാൽ മതി. അല്ലാതെ അത് കാണാതെ പഠിക്കലല്ല. ഒരിക്കലും കാണാതെ പഠിച്ച് അൽഗോരിതം പോയിട്ട് പരീക്ഷ എഴുതാൻ കഴിയില്ല. നമ്മൾ മറന്നു പോകാൻ ഒരുപാട് മെത്തേഡ് പഠിക്കുന്നത് കൊണ്ട് തന്നെ അൽഗോരിതം കാണാതെ പഠിക്കാനൊന്നും കഴിയില്ല. അപ്പോൾ എന്താ മനസ്സിലാക്കി പഠിക്കുക. പ്രോബ്ലം ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് അൽഗോരിതം എഴുതാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ്റെ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാം. ഓരോ പ്രോബ്ലം ചെയ്യുന്നതിനോടനുബന്ധിച്ച് ആ പ്രോബ്ലത്തിൻ്റെ അൽഗോരിതം നമുക്ക് അതിൻ്റെ കൂടെ പഠിക്കാം. ഓക്കെ, താങ്ക് യു.